സോ വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമി വീണ്ടും ഈ ആഴ്ച പുതിയൊരു ഫോൺ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയും വന്ന് ഓരോരോ മോഡൽ കൂടി റിയൽമി ഒക്കെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറേ ഫോൺസ് ഇപ്പം അടുത്തടുത്ത് തന്നെ എല്ലാ ബ്രാൻഡും കുറേ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെ ആയിരിക്കും കുറേ മോഡൽസ്. അപ്പം അതുപോലെ തന്നെ റിയൽമിക്കും ഇപ്പം 15,000 രൂപ അണ്ടർ തന്നെ മറ്റൊരു ഫോൺ കൂടി റീബ്രാൻഡ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമിയുടെ നാസോ 70X 5G. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 4GB 128GB പിന്നെ ഒന്ന് 6GB 128GB വരുന്നുണ്ട്. ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,999 ആണ്. ഹയർ വേരിയൻ്റെ പ്രൈസ് 13,499 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഓഫർ പ്രൈസിന് നമുക്ക് ബാങ്ക് ഓഫറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ആമസോണിൽ പോയിട്ട് ആ ഒരു 1000 രൂപയുടെ ഡിസ്കൗണ്ട് സംഭവം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1000 രൂപ ഡിസ്കൗണ്ട് നമുക്ക് അതിൽ തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അതായത് നമുക്ക് ബേസ് മോഡൽ 10,999 കിട്ടുന്നതായിരിക്കും. ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ ഒരു ഓഫർ അവിടെ തന്നെയുണ്ട്. മേ ബി നിങ്ങൾ വാങ്ങുന്ന സമയത്തും ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സോറി. അപ്പോൾ ഡിസൈൻ എന്നത്തെയും പോലെ തന്നെയാണ് റിയൽമിയുടെ കോമൺ ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ്. മാറ്റങ്ങളോ കാര്യങ്ങളോ ചെറിയൊരു വര അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഡിസൈനിൻ്റെ ഭാഗത്ത് പറയാനില്ല. 7.6 mm തിക്നെസ്സും വരുന്നുണ്ട്. 188 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 2 കളർ വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഗ്രീനും പിന്നൊന്ന് ബ്ലൂവും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 950 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. ഈ റേഞ്ചിലെ ഒരു നോർമൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അമോലെഡോ സൂപ്പർ അമോലെഡോ ഒന്നും തന്നെ വരുന്നില്ല. സാംസങ്ങിൽ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് LCD പാനൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, നോർമലാണ്. അതുകൊണ്ട് വലിയ കാരണം 11,000 രൂപ പ്രൈസ് റേഞ്ചൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ എടുത്ത് ഇഷ്യൂസ് പറയാനില്ല. പിന്നീട് സെൻട്രൽ അലൈനായിട്ട് തന്നെയാണ്, പഞ്ച് ഹോളായിട്ട് തന്നെയാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് 2 MB ഒരു ഡെപ്ത് സെൻസറുമാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. സെൽഫി ആണെങ്കിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയറിലും ഫ്രണ്ടിലും നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 4K അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളെല്ലാ ഒട്ടുമിക്ക ഫോണും കാണാറുള്ളൂ. ഈ ഒരു ഫോണിലും അങ്ങനെ തന്നെയാണ്, ഒരു ഡീസൻ്റ് ക്യാമറ സെറ്റപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ പെർഫോമൻസ്, മിനിടെക്കിൻ്റെ ഡയമൻസിറ്റി 6100+ എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ നല്ല റിയൽമിയുടെ തന്നെ സെയിം ഫോണായിട്ടുള്ള റിയൽമി 12Xലും ഇതേ പ്രോസർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ F15 ചിലപ്പോൾ പേര് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ് ഫോണുണ്ട്, അതിലും ഇതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അത് തന്നെയാണ് ആ ഒരു ബെസ്റ്റ് ഫോൺസിൽ വരുന്ന ആ സെയിം ആയിട്ടുള്ള പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണും കൊടുത്തിട്ടുള്ളത്. സോ അപ്പം ഇതും ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ തന്നെയാണ്. സോ ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് റിയൽമി UI 5.0 ആണ്. ഓക്കെ. പിന്നീട് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ബെറ്റർ. സോ അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ റിയൽമി ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു മറ്റൊരു ഫോണിൻ്റെ റീബ്രാൻഡ്, അതായത് റിയൽമിയുടെ 12X ഇതേ സെയിം പ്രൈസിൽ സെയിം സ്പെക്കിൽ വരുന്ന മറ്റൊരു റിയൽമി ഫോണാണ് റിയൽമിയുടെ 12X. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഡിസൈനിൽ ചെറിയൊരു വര അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, കളർ വേരിയൻ്റ് മാറി, പേരും നാസോ സീരീസിലാണ് ഇറക്കിയതെന്നല്ലാതെ ബാക്കി വലിയ ഡിഫറൻസ് ഒന്നും തന്നെ എവിടെയും കാണാനില്ല. നോർമലി ഒട്ടുമിക്ക ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസം ഈ ഒരു നാസോ സീരീസിലൊക്കെ തന്നെ വരാറുണ്ട്. ബട്ട് ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം മാറ്റിയിട്ടില്ല, സെയിം ആസ് സെയിം. ചില സമയത്ത് ക്യാമറ മൊഡ്യൂളിലൊക്കെ തന്നെ ക്യാമറയിലെ ഡിഫറൻസ് ഒക്കെ തന്നെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡിസൈനിലൊരു ലൈൻ ഉണ്ട് എന്നേ ഉള്ളൂ. ഡിസൈനിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ വേരിയൻ്റ് മാറ്റമുണ്ട് എന്നല്ലാതെ വേറെ ഒരു ഡിഫറൻസും വരുന്നില്ല. വെറുതെ ഒരു ഫോൺ വീണ്ടും സെയിം പ്രൈസ് റേഞ്ചിൽ, അതായത് പ്രൈസിനും ഡിഫറൻസ്. സാധാരണ സാംസങ് ഒക്കെ തന്നെ മറ്റൊരു
സീരീസിലൊക്കെ തന്നെ ഇപ്പം എ സീരീസും എം സീരീസൊക്കെ ഇറക്കുന്ന സമയത്ത് അവിടെ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. ബട്ട് ഇവിടെ അങ്ങനത്തെ ഒരു പ്രൈസ് ഡിഫറൻസോ വേരിയൻറ്റോ അങ്ങനത്തെ ഒരു ഡിഫറൻസും വരുന്നില്ല. എനിക്ക് തോന്നുന്നു റിയൽമി 12X 3 വേരിയൻ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 8GB വേരിയൻ്റ് കൂടി ഉണ്ട്. ഇവിടുത്തേക്ക് വരുന്ന സമയത്ത് 8GB വേരിയൻ്റ് കാണാനില്ല. അപ്പം ഉണ്ടോയെന്നറിയില്ല, ചെക്ക് ചെയ്ത സമയത്ത് 8GB വേരിയൻ്റ് കാണാറില്ല, 2 വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് വേണമെന്ന് നമുക്കൊരു വേരിയേഷനായിട്ട് പറയാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും കാണാനില്ല. സോ 2 ഫോൺ എടുത്താലും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് കളർ വേരിയൻ്റ് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഓവറോളായിട്ട് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഗുഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അതിൽ സംശയവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി റിയൽമി 12X ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണായിട്ട് നിൽക്കുന്ന ഫോണാണ്. അപ്പം അതേ റേഞ്ചിൽ തന്നെയാണ് മറ്റൊരു പേര് മാറ്റിയിട്ട് വേറൊരു വ്യാജനം കൊണ്ടുവന്നത്. അപ്പം ഈ വ്യാജൻ വന്നാലും ആ ഫോൺ അവിടെ തന്നെ ഉണ്ടാവും, ഇതും അവിടെ തന്നെ ഉണ്ടാവും. സോ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ കളർ വേരിയൻ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളർ വേരിയൻ്റ് നോക്കിയിട്ടോ നിങ്ങൾക്ക് ഏത് ഫോൺ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ റിയൽമി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു ബെറ്റർ ആയുള്ള കാര്യമാണ്. കാരണം നമുക്കൊരു ഫോൺ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോണിൻ്റെ പേര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഫോൺ വേറൊരു പേരിലുള്ള ഫോണും കൂടെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ കിട്ടുന്ന സംഭവം കാര്യങ്ങളൊക്കെ തന്നെ റിയൽമി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അവിനോസ് സൈനിങ് ഓഫ്. ബൈ.